രാഹുൽ ഗാന്ധിയെ ഭീകരവാദി എന്ന് കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിന്റെ അധിക്ഷേപത്തിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുന്നു. അതേസമയം ഈ അധിക്ഷേപമൊന്നും പോരാ, അതിൽ കൂടുതൽ രാഹുൽ ഗാന്ധി അർഹിക്കുന്നുവെന്നാണ് ബി.ജെ.പിയിലെ പലരും രഹസ്യമായി പറയുന്നത്. രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനത്തിലെ പരാമർശങ്ങളിൽ പ്രതികരിക്കവെയായിരുന്നു കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാഹുലിനെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചത്. രാഹുൽ ഗാന്ധി രാജ്യത്തെ നമ്പർ 1 ഭീകരവാദിയാണ് എന്നും അദ്ദേഹം ഇന്ത്യക്കാരനല്ല എന്നുമൊക്കെയായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രി പറഞ്ഞിരുന്നത്. രാഹുൽ ഗാന്ധി ഏറെ സമയവും ചെലവഴിക്കുന്നത് രാജ്യത്തിന് പുറത്താണ്. അദ്ദേഹത്തിന് രാജ്യത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. വിദേശങ്ങളിൽ പോയി ഇന്ത്യയെപ്പറ്റി തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഘടനവാദികളും തോക്ക്, ഷെൽ, ബോംബ് നിർമ്മിക്കുന്നവരുമൊക്കെ രാഹുൽ പറഞ്ഞതിനെ പിന്തുണയ്ക്കുകയാണ്. വിമാനങ്ങൾ, ട്രെയിനുകൾ, റോഡുകൾ എന്നിവ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ ശത്രുക്കളടക്കം അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തുകയാണ്. രാജ്യത്തെ നമ്പർ 1 ഭീകരവാദിക്കുള്ള, രാജ്യത്തെ ശത്രുവിനുള്ള അവാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് കിട്ടുമായിരുന്നു. മന്ത്രി പറഞ്ഞതിങ്ങനെയാണ്. നേരത്തെ അവർ മുസ്ലിങ്ങളെയാണ് ഉപയോഗിച്ചിരുന്നത്, എന്നാൽ അത് നടന്നില്ല. ഇപ്പോൾ അവർ സിഖുകാരെ വിഭജിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. രാജ്യത്തെ പിടികിട്ടാപ്പുള്ളികൾ നടത്തുന്ന പ്രസ്താവനകളായിരുന്നു ഇവയൊക്കെ. എന്നാൽ ഇതിനു മുമ്പേ രാഹുൽ ഗാന്ധി അവ നടത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഭീകരവാദികളെ അടക്കം അഭിനന്ദിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ രാഹുലിനെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജ്യത്തെ നമ്പർ 1 ഭീകരവാദിയാണ്, കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി. പഞ്ചാബിൽ നിന്നുള്ള ബി.ജെ.പി എം.പിയാണ് രവ്നീത് സിംഗ് ബിട്ടു. പഞ്ചാബിലെ കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ബി.ജെ.പിയിൽ ചേർന്നിരുന്നത്. തുടർന്ന് 3ാം മോദി മന്ത്രിസഭയിൽ റെയിൽവേ സഹമന്ത്രിയായും ഭക്ഷ്യസംസ്കരണ വ്യവസായ സഹമന്ത്രിയായും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന. സിഖ് സമുദായക്കാർക്ക് തലപ്പാവും വളയും ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുവാദമില്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നായിരുന്നു രാഹുൽ പറഞ്ഞിരുന്നത്. ഇതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഇതിനെതിരെ വൻ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.